അതെ, നമുക്ക് ചർച്ച് വരെ ഒന്ന് പോയി വന്നാലോ? നാളെ ഈസ്റ്ററാണ്, ഞായറാഴ്ചയല്ലേ. എനിക്കെന്തായാലും പോകാൻ പറ്റില്ല. എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. എൻ്റെ ടോപ്പ് എങ്ങനെയുണ്ട്? കൊള്ളുമോ? നമുക്കൊരു ഷോളൂടെ എടുക്കാം കേട്ടോ. എന്തായാലും ചർച്ചിലോട്ടല്ലേ പോണേ. എൻ്റെ റൂമിൽ നിന്നൊരു 10 മിനിറ്റ് ഉണ്ടാവും. നമുക്ക് കുർബാനയുടെ ടൈമൊന്നും അറിയില്ല. എന്തായാലും പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. നാളെ പോകാൻ പറ്റില്ലല്ലോ. നാട്ടിലാണെങ്കിൽ നാളത്തേക്കുള്ള അപ്പവും ബീഫ് കറിയും എല്ലാം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. പിന്നെ വീട്ടിൽ എല്ലാവരും വരണ ദിവസമല്ലേ. നാളെ ഒരാഘോഷമല്ലേ നമുക്ക്. ദുഃഖവെള്ളി എല്ലാം കഴിഞ്ഞിട്ട് ഈസ്റ്റർ. ആഹാ, എന്ത് രസമല്ലേ. ആ, നാളെ നല്ല ഫുഡൊക്കെ കഴിക്കാം. രാത്രിയിൽ പള്ളിയിൽ പോകാനല്ലേ രസം. രാത്രിയിൽ പോയാലല്ലേ നമുക്ക് ഉയർപ്പ് കാണാൻ പറ്റുള്ളൂ. രാവിലെ ചെന്നാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. എനിക്ക് ഈ പ്രാവശ്യം ഉയർപ്പ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പോയാണ് പ്രാർത്ഥിക്കണേ. അവിടെ ചെന്നപ്പോൾ തന്നെ മാതാവിൻ്റെ അടുത്തോട്ടാണ് പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ആദ്യമായിട്ട് പോണ ചർച്ചിൽ 3 ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് സാധിക്കുമെന്ന്? ആരൊക്കെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്, നേരത്തെ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിന് ഓർമ്മയുണ്ടാവും അല്ലേ. നമുക്കിനി തിരി കത്തിച്ചാലോ? തിരി കത്തിക്കാൻ ചെന്നപ്പോഴാണ് രസം. ഭയങ്കര കാറ്റ്. അവിടെ ഞാൻ എത്ര കത്തിക്കാൻ നോക്കിയിട്ട് അത് കത്തണില്ല. കാറ്റ് കാരണം മൊത്തം അണഞ്ഞുപോയി. അവിടെ ഉണ്ടായിരുന്നത് വരെ അണഞ്ഞതല്ലാതെ ഒന്നും എനിക്ക് കത്തിച്ചു വെക്കാൻ പറ്റിയില്ല. നമുക്കെന്നാൽ ഇനി ചർച്ചിലോട്ട് കയറാം. കുർബാനയുടെ ടൈം ആവണതേ ഉള്ളൂ. എല്ലാവരും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് കുർബാന കാണാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാം. പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേന് നല്ല തിരക്കായിരിക്കും. എല്ലാവരും ഓഫ് എടുത്തിട്ട് ഇന്നത്തെ ദിവസവും നാളെയൊക്കെ ചർച്ചിൽ വരണതല്ലേ. പിന്നെ കുറച്ച് പേർക്കൊക്കെ നാളെ ഡ്യൂട്ടി കാണും. ഡ്യൂട്ടി ഉള്ളവരൊക്കെ ഇന്നായിരിക്കും പള്ളിയിൽ വരിക. രാത്രിയിലും നല്ല തിരക്കായിരിക്കും. ഇവിടെയാണെങ്കിൽ കുറച്ച് പേര് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലണുണ്ടായിരുന്നു കേട്ടോ. പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേട്ട് നമുക്കും കുറച്ച് നേരം പ്രാർത്ഥിച്ചാലോ? അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനി ആദ്യം തന്നെ എനിക്കൊരു ചായ വേണം. നല്ല തലവേദനയാണ്. കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് കൊണ്ടിട്ടാണോ എന്നറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, നമുക്ക് തലവേദനയാണെങ്കിൽ ഒരു ചായ കുടിച്ചാൽ അത് മാറുമെന്ന്. അങ്ങനെ ഫൈനലി നമുക്ക് ചായ കിട്ടി കേട്ടോ. 2 ചായയും പറഞ്ഞു. പിന്നെ സമൂസയും 2 പഴംപൊരിയും ഞങ്ങൾ പറഞ്ഞു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ അങ്ങോട്ട് നടക്കണ്ടേ, അതിനൊക്കെ ഒരു ഊർജ്ജം വേണ്ടേ. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ അവൾക്ക് വാച്ച് നോക്കണമായിരുന്നു. അങ്ങനെ ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ കുറേ വാച്ചൊക്കെ നോക്കി. നമ്മൾ നാട്ടിലായിരിക്കുമ്പോഴേ നമുക്ക് ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാം പുതിയ ഡ്രസ്സ് എടുത്ത് തരില്ലേ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ നമ്മൾ പള്ളിയിൽ പോവുക. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നിന്ന് സംസാരിക്കുക, എല്ലാവരെയും കാണുക. പിന്നെ ഒരു വീട്ടിൽ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതൊക്കെ ഒരു ഓർമ്മയല്ലേ. നമ്മളിങ്ങനെ പുറത്തൊക്കെ ജോലിക്ക് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈസ്റ്ററൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും മിസ് ചെയ്യില്ലേ. പിന്നെ ഒരു കാര്യം, ഈസ്റ്ററിനും ന്യൂ ഇയറിനും ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ടി വിയിൽ പണ്ട് സിനിമ വരില്ലേ, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയായിരുന്നില്ലേ. നമ്മൾ പള്ളിയിൽ നിന്ന് വരിക, പിന്നെ നൈറ്റ് പോയതുകൊണ്ട് കിടന്നുറങ്ങുക. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴത്തേനും ആദ്യത്തെ സിനിമ തുടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ ഓർക്കുമ്പോൾ എന്ത് രസമല്ലേ. എല്ലാം നമ്മൾ ശരിക്കും മിസ് ചെയ്യണില്ലേ. ഇപ്പം അതേപോലെ ആരും ടി വി ഒന്നും കാണാനിരിക്കില്ലല്ലോ. ഇപ്പം എല്ലാ ഫോണിലില്ലേ സിനിമയൊക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നമ്മളങ്ങനെ അവിടുന്ന് പയ്യെ ഇറങ്ങുകയാണേ. നാളെ ഡ്യൂട്ടി ഇല്ലേ, അപ്പം നേരത്തെ റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ടയേർഡാവും. ഒന്നാമതേ ചെറിയ ഒരു തലവേദന ഉണ്ടായിരുന്നു. അത് ചായ കുടിച്ചപ്പം മാറി കേട്ടോ. നമ്മുടെ ഓരോരോ വിശ്വാസങ്ങളെ.
ചായ കുടിക്കുമ്പോൾ തലവേദന മാറുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ കേട്ടോ.